ഹായ് മക്കളെ, നമസ്കാരം. ഓണപ്പരീക്ഷയ്ക്ക് മുന്നേ പാഠഭാഗങ്ങളുടെ ആശയം സെറ്റാക്കുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാറാണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ കൂടെ നിൽക്കുക. കളയാൻ നമുക്ക് സമയമില്ല. നാളെയാണ് പരീക്ഷ. അതിനു മുമ്പ് പാഠഭാഗത്തിൻ്റെ ആശയം സെറ്റാക്കണം. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിലാക്കണം. ഒട്ടും കളയാതെ, വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ ക്ലാസ്സിനകത്തേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ ആശയം കയ്യിലേക്ക് അങ്ങ് പിടിക്കുക. റെഡിയല്ലേ? റെഡി റെഡി റെഡി. അഗ്നിവർണ്ണൻ്റെ കാലുകൾ, കാവാലം നാരായണ പണിക്കർ. പാഠസംഗ്രഹം നോക്കുക. അധികാരത്തിൻ്റെ ജീർണത, ഉപജാപക വൃന്ദങ്ങളുടെ മുതലെടുപ്പ്. എന്താ ഉപജാപക വൃന്ദങ്ങൾ? നമ്മുടെ ഇങ്ങനെ കൂടെ നിന്നിട്ട് ഇങ്ങനെ മണിയടിച്ച് നടക്കുന്ന ആൾക്കാർ. പൗരസമൂഹത്തിൻ്റെ നിസ്സംഗത, ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ, പൊതുസമൂഹം ഭരണവ്യവസ്ഥയെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന് പ്രതീക്ഷ. ഇവ തമ്മിലുള്ള സംഘർഷവും നാടകീയ മുഹൂർത്തങ്ങളും ചേർന്നാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകം തയ്യാറാക്കിയിരിക്കുന്നത്. അധികാരം തുല്യനീതി നടപ്പാക്കാനുള്ള ജനേച്ഛയാണ്. എല്ലാവരോടും തുല്യനീതി നടപ്പാക്കാൻ അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. രാജാവ് ഈ ഭൂമിയിൽ ഉൾച്ചേർന്നിട്ടുള്ള എല്ലാ ജീവിവർഗങ്ങളുടെയും സംരക്ഷകനാണ്. ഈ സങ്കല്പത്തെ അക്ഷരം പ്രതി നടപ്പാക്കിയവരാണ് സൂര്യവംശത്തിലെ രാജാക്കന്മാരായ രഘുവും ദിലീപനും ദശരഥനും തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാർ. എന്നാൽ ആ വംശത്തിൽ തന്നെ ഏറ്റവും അവസാനത്തെ രാജാവായിട്ടുള്ള അഗ്നിവർണ്ണനിൽ എത്തിച്ചേരുമ്പോൾ ഇന്ദ്രിയ ഭോഗത്തിൽ മുഴുകി രാവും പകലും അന്തഃപുരങ്ങളിൽ വിഹരിച്ച് ഭരണമാകെ നിശ്ചലമാകുന്നു. സുഖലോലുപതയിൽ മാത്രം മുഴുകി പോകുന്ന ആ രാജാവ്. ജനാലപ്പഴുതിലൂടെ തൂക്കിയിട്ട രാജാവിൻ്റെ കാലുകൾ കണ്ട് പ്രജകൾ രാജാവിനെ ദർശിച്ചെന്ന് വരുത്തി. ഒടുവിൽ രാജക്ഷയം എന്ന അസുഖം ബാധിച്ചാണ് അഗ്നിവർണ്ണൻ മരിക്കുന്നത്. പുരാണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചലിക്കാത്ത മരക്കാലുകളെ, ജഡതുല്യമായ നിശ്ചലമായ ഭരണവ്യവസ്ഥയെ പ്രതീകവൽക്കരിക്കാൻ ഉതകുന്ന നാടക വസ്തുവായി കണ്ടാണ് കാവാലം അഗ്നിവർണ്ണൻ്റെ കാലുകൾ രചിച്ചിരിക്കുന്നത്. നാടകം ആരംഭിക്കുന്നത് അഗ്നിവർണ്ണൻ്റെ കാലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജനം കാലുകളെ സ്തുതിച്ചു പാടുന്നു. വാഴ്ത്തുമൊഴികൾക്കിടയിലും ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ആത്മകഥ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതിൻ്റെ ഇടയ്ക്കും വിമർശനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. അധികാരിയെ നേർവഴിക്ക് നടത്തേണ്ട അനുചര സംഘം ഉപജാപക വൃന്ദമായി അധപതിക്കുന്നതും തമ്മിൽ മത്സരിക്കുന്നതും കുതികാൽ വെട്ടുന്നതും തൻ കാര്യലാഭത്തിനായി പ്രവർത്തിക്കുന്നതും കാവാലം വിവിധ സന്ദർഭങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത സമത്വ സുന്ദര ഭാരതരാജ്യം രാമരാജ്യമായിരുന്നു. ഈ രാമരാജ്യ സങ്കല്പത്തിൻ്റെ തകർച്ചയാണ് നാടകം ചർച്ച ചെയ്യുന്നത്. ഇതിലെ കഥാപാത്രങ്ങളും രാമന്മാരാണ്. ആരൊക്കെയാണ്? കേവലരാമൻ എന്ന് പേരുള്ളത് സാധാരണ പ്രജയാണ്. ചിന്താരാമൻ എന്ന് പേരുള്ളത് ഒരു ബുദ്ധിജീവിയാണ്. കൊത്തുവാൾ എന്ന് പറയുന്നത് നിയമരാമനാണ്. രാജഗുരു ഭരണോപദേശക ഉദ്യോഗസ്ഥനാണ്. വിദൂഷകൻ പ്രതിച്ഛായ നിർമ്മിച്ച് ഭരണാധികാരിയെ വാഴിക്കാനും വീഴിക്കാനും കെൽപ്പുള്ള മാധ്യമ ലോകത്തിൻ്റെ പ്രതിനിധിയാണ് ഇതിനകത്തുള്ള വിദൂഷകൻ. രാജഗുരു നിലവിലുള്ള ബ്യൂറോക്രസി എന്നിങ്ങനെ കഥാപാത്രങ്ങൾ ഓരോന്നും പ്രതീകവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളാണ്. സിംഹാസനത്തിൽ കാലുകളോടൊപ്പം ഇരിക്കുന്ന കേവലരാമൻ അധികാരം ജനങ്ങളിലേക്ക് എന്ന മായാമോഹന വാഗ്ദാനത്തിൽ മയങ്ങിപ്പോയ വോട്ടർ തന്നെയാണ്. അധികാരം മുഴുവൻ ജനങ്ങളുടെ കൈകളിലാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് അധികാരത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷ മർദ്ദനോപകരണം എന്ന നിലയിലാണ് കൊത്തുവാൾ എന്ന നിയമരാമൻ്റെ വരവ്. ഭരണകർത്താക്കൾക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അവരുടെ ചട്ടുകം മാത്രമാണ് നമ്മുടെ നിയമരാമൻ, പോലീസുകാർ എന്ന് പറയുന്നത്. രാജഗുരുവും വിദൂഷകനും കൊത്തുവാളും തമ്മിലുള്ള അധികാര തർക്കമാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും മാധ്യമലോകവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഓർമ്മിപ്പിക്കുന്നു. വേലി തന്നെ വിളവ് തിന്നുന്ന സ്വജനപക്ഷപാതവും അഴിമതികളാൽ രാജ്യത്തെ ഭരണരംഗം ചീഞ്ഞു നാറുന്നതും നാടകത്തിലൂടെ ധ്വനിപ്പിക്കുന്നു. രാജ്യത്തെ വിദ്യാസമ്പന്നരും ബുദ്ധിജീവികളും അടിച്ചമർത്തപ്പെട്ടവരുടെ അതിജീവന സമരങ്ങളോട് കാണിച്ചിട്ടുള്ള സമീപനത്തെയാണ് കാവാലം ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. നാടകകൃത്ത് കേവലരാമനെ കൊണ്ട് പറയിക്കുന്നുണ്ട്, അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കട്ടെ, ഒന്നും സംഭവിക്കാൻ പോണില്ല, അദ്ദേഹത്തോടെങ്കിലും സങ്കടം പറയാമല്ലോ. നമുക്ക് നേതൃത്വത്തിലുള്ള ആളുകളെ കാണാൻ പോലും കിട്ടുന്നില്ല പരാതി ബോധിപ്പിക്കാൻ. ഭരണരീതിയോടുള്ള കടുത്ത പ്രതിഷേധവും അധികാരത്തിൻ്റെ അസംബന്ധ സ്വഭാവവും കാവാലം ഇവിടെ മറനീക്കി കാണിക്കുന്നു. അഗ്നിവർണ്ണൻ്റെ കാലുകളിലെ അടിച്ചുതളിക്കാരി നിഷ്കളങ്കതയും ശുദ്ധഗതിക്കാരിയുമാണ്. അഗ്നിവർണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചാണകവെള്ളവും ചൂലുമായി അവൾ വരുന്നു.
അരങ്ങാകെ അടിച്ചു വൃത്തിയാക്കി മരക്കാലുകളെ അന്തഃപുരത്തിലേക്ക് ആനയിക്കുന്നതിലൂടെയാണ് നാടകത്തിൻ്റെ യവനിക താഴുന്നത്. സെറ്റ്. കുറേ കാലം നിസ്സംഗതയോടെ എല്ലാം സഹിച്ച പൊതുസമൂഹം ഒരു നാൾ തിരുത്തൽ ശക്തിയാകും. അതിനെ നയിക്കാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വരും. കാരണം അവരാണ് അനാദിയായ കാലം മുതലേ ഇതിനെല്ലാം ഇരകൾ. അഗ്നിവർണ്ണൻ്റെ കാലുകളിലാകട്ടെ ആ അടിസ്ഥാന വർഗ പ്രതിനിധി ഒരു സ്ത്രീയാണെന്നുള്ളത് ഒരു ചരിത്ര നീതി കൂടിയായി. നോക്കുക, അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിൽ അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ജനതയുടെ സ്വാതന്ത്ര്യമോഹവും അതുണ്ടാക്കുന്ന കലാപ സാധ്യതയും കലാപരമായി ധ്വനിപ്പിക്കുകയാണ് അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കാവാലം ചെയ്യുന്നത്. അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിൻ്റെ അവസാനമെങ്കിലും രാജാവ് വരുമെന്ന് പ്രേക്ഷകൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അടിച്ചുതളിക്കാരി വരുന്നത്. ഈ ട്വിസ്റ്റിൽ തന്നെയാണ് നാടകകൃത്ത് ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. ക്ലൈമാക്സിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പെണ്ണാണ്. രാജാവ് വാസ്തവത്തിൽ പെണ്ണാണോ എന്ന ചിന്താരാമൻ്റെ സംശയവും രാജാവല്ല രാജ്ഞി, ഞങ്ങളുടെ സങ്കടം അങ്ങോട്ട് പറയട്ടെ, ഇവിടമെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കണേ രാജ്ഞി എന്ന് കേവലരാമനും പറയുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത ഉച്ചസ്ഥായിലെത്തുന്നു. അധികാരിയെ നേർവഴിക്ക് നയിക്കേണ്ട അനുചര സംഘങ്ങൾ തൻ കാര്യലാഭത്തിനായി പ്രവർത്തിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ഈ ഗതികേടിൽ നട്ടം തിരിയുമ്പോഴാണ് സാധാ പ്രജകളുടെ മുമ്പിലേക്ക് അടിച്ചുതളിക്കാരി പ്രവേശിക്കുന്നത്. വേലക്കാരി രാജ്ഞിയാവണമെന്നും ഈ ഭരണരംഗം കാര്യഗൗരവത്തോടെ ശുദ്ധി വരുത്തണമെന്നും കേവലരാമൻ ആഗ്രഹിക്കുന്നു. കുറേ കാലം നിസ്സംഗതയോടെ സഹിച്ചു ജീവിച്ച പൊതുസമൂഹം ഒരു നാൾ തിരുത്തൽ ശക്തിയാകും എന്ന പ്രതീക്ഷയാണ് നാടകത്തിൻ്റെ അന്ത്യത്തിൽ. അതിനെ നയിക്കാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വരും. കാരണം അവരാണ് അനാദിയായ കാലം മുതലേ ഇതിനെല്ലാം ഇരകളായിട്ടുള്ളവർ. സെറ്റ്. അഗ്നിവർണ്ണൻ്റെ കാലുകളിൽ അടിസ്ഥാന വർഗ പ്രതിനിധിയായി അടിച്ചുതളിക്കാരി എത്തുമ്പോൾ അത് ചരിത്ര നീതി കൂടിയാകുന്നു. നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമാണ് അവൾ. ചാണകവെള്ളവും ചൂലുമായി വന്ന അവൾ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കുന്നു. രംഗമാകെ അടിച്ചു വൃത്തിയാക്കുന്നിടത്ത്, ഭരണരംഗത്തെ ശുദ്ധിയാക്കുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ചോദ്യോത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. 6 മാർക്കിനോ 8 മാർക്കിനോ ഉപന്യാസ രൂപത്തിൽ വരുന്ന ചോദ്യമായിരിക്കും. കൃത്യമായിട്ട് ഉത്തരം എഴുതിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ ലൈവ് ക്ലാസ്സിൽ കൂടുതൽ ചോദ്യോത്തരങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് സാറ് വരുന്നുണ്ട്. നിങ്ങളും കൃത്യസമയത്ത് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.